ഓക്കെ, ഇതാണ് കഴിഞ്ഞ തവണത്തെ മാർക്ക് ലിസ്റ്റ്. ഇതിൻ്റെ അകത്ത് ആദ്യത്തെ 50 റാങ്ക് ലിസ്റ്റ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിന്റെ അകത്ത് 3 സെക്ഷനായിട്ടാണ് അവർ മാർക്ക് ഇട്ടേക്കുന്നത്. ഒന്ന് ടെസ്റ്റ്, ഇന്റർവ്യൂ, അക്കാഡമിക് ഗ്രേഡ് പോയിന്റ്. ഇങ്ങനെയാണ് അവരുടെ മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത് PSCയുടെ. ഇനി ആദ്യത്തെ 50 എണ്ണം നോക്കാൻ നേരത്ത് നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ ഒരു ഈ സെക്ഷൻ, ഇന്റർവ്യൂ എന്ന് പറയുന്ന സെക്ഷൻ, ഇന്റർവ്യൂ എന്ന് പറയുന്ന സെക്ഷനിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഈ പറയുന്ന 10 ചില ആൾക്കാർക്ക് 13. അതിൽ കൂടുതൽ വരാനുള്ള സാധ്യതയില്ല, അതിൽ കുറവ് വരാനുള്ള സാധ്യതയില്ല. ഒരു ആവറേജ് 12 to 13, 10 to 13 എന്നുള്ള റേഞ്ചിലായിരിക്കും. നിങ്ങൾക്ക് അത്യാവശ്യം ഈ പറയുന്ന അവർ വെറുപ്പിച്ചില്ലെങ്കിൽ ഒരു 12 to 13 എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി അക്കാഡമിക് ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് മാതിരിയാണ്. അതിൻ്റെ അതിന് ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ ഓൾറെഡി ഈ പറയുന്നത് പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ അകത്ത് ഇനി ഈ പറയുന്ന നമുക്ക് വലിയ വേരിയേഷൻ ഒന്നും വരുത്താനില്ല, അത് ഫിക്സ്ഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് സാധനങ്ങളും നമ്മളുടെ ഓൾറെഡി സെറ്റ് ആണ് എന്ന് വിചാരിക്കുക. ഇന്റർവ്യൂവിന് 1 or 2 മാർക്സോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. പക്ഷേ അക്കാഡമിക് ഗ്രേഡ് പോയിന്റ് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അതിനകത്ത് ഇനി നമുക്കൊന്നും ചെയ്യാനും ഇല്ല. അപ്പൊ ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളത്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്യാനുള്ളത് ഈ ടെസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, 100 മാർക്കിന്റെ പരീക്ഷയിൽ കിട്ടുന്ന മാർക്കിനാണ് ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇടുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പൊ ആദ്യത്തെ 50 പേരുടെ നിങ്ങൾ ടെസ്റ്റിന്റെ മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. അതിന്റെ ഒരു ആവറേജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 55 to 60 ആണ്. ഓക്കെ, 55 to 60 മാർക്കാണ് ആവറേജ് എന്ന് പറയുന്നത് ആദ്യത്തെ 50 പേരുടെ. ഇനി അതിൻ്റെ അകത്ത് എക്സെപ്ഷണൽ ആയിട്ടുള്ള കേസസ് ഉണ്ട്. ഞാൻ പറഞ്ഞ ഒരു റേഞ്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഒരു ആവറേജ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇത് റേഞ്ച് 55 to 60 എന്നുള്ളത് ചിലപ്പോൾ ഒരു 58 എന്ന് പറയുന്നതായിരിക്കും ആവറേജ്. ഇതിൻ്റെ അകത്തൊരു ഡീവിയേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ +or-4 എന്ന് പറയുന്ന ഒരു സാധനമായിരിക്കും. ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ 4 അങ്ങോട്ടോ 4 ഇങ്ങോട്ടോ മാറാം. ഓക്കെ, അപ്പൊ ഈ 55 to 60 നമ്മുടെ ആവറേജ് സ്കോർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കയ്യിലുള്ളത്, അതായത് നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുന്നത് ഈ സ്കോറിലാണ്. ഈ 55 to 60 എന്ന് പറയുന്ന സ്കോറിലാണ് നമ്മളുടെ കോച്ചിങ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് മേജർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇന്റർവ്യൂവിന് ഈ പറയുന്ന ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അവിടെ 1 മാർക്ക് 2 മാർക്കിന്റെ ഡിഫറൻസ് ഒക്കെ നമുക്ക് വരുത്താൻ പറ്റുള്ളൂ. നമുക്കൊരു എഡ്ജ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഈ പരീക്ഷയ്ക്ക്. ആ എഡ്ജ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ടെസ്റ്റിൽ കിട്ടുന്ന സ്കോറാണ്. അപ്പൊ നിങ്ങൾ ആദ്യത്തെ ഒരു 10 എണ്ണം എടുത്ത് നോക്കിയേ. ആദ്യത്തെ ഒരു 10 എണ്ണം എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 56 to 63 ഹയസ്റ്റ്, 64 ഹയസ്റ്റ് വന്നിരിക്കുന്നത്. ഏറ്റവും ലോവസ്റ്റ് വന്നിരിക്കുന്നത് 56. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു 58 ആയിരിക്കും അതിന്റെ ഒരു ആവറേജ് എന്ന് പറയുന്നത്. 58 to 60 ഇടയിലായിരിക്കും അതിന്റെ ആവറേജ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇനി അടുത്ത തവണ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നിങ്ങളുടെ ഒരു ചിന്ത എന്ന് പറയുന്നത്, ഞാൻ ഈ ആദ്യത്തെ 50 എന്ന് പറയുന്ന ഒരു റാങ്ക് ലിസ്റ്റിന്റെ ഉള്ളിൽ വരാനായിരിക്കണം. കാരണം വേക്കൻസീസ് എന്തോരം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കൊരു ഒരു ഷുവർ ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കോച്ചിങ് കൊണ്ട് എന്തെങ്കിലും ഈ പറയുന്ന ഗുണം ഉണ്ട് എന്ന് തോന്നിയിട്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ഏരിയയിലാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ആദ്യത്തെ 50 തൊട്ട് മോളിയിട്ടുള്ള ഒരു റാങ്കിലേക്കായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ആദ്യത്തെ 50 റാങ്കിലേക്ക് എത്താൻ വേണ്ടി ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ ഇച്ചിരി മാർക്ക് കുറവാണെങ്കിൽ ഇന്റർവ്യൂവിന് അക്കാഡമിക് ഗ്രേഡ് പോയിന്റിൽ ഇന്റർവ്യൂവിന് മാർക്ക് കുറയില്ല, അക്കാഡമിക് ഗ്രേഡ് പോയിന്റിൽ കുറവാണ് നിങ്ങൾക്ക് ഓൾറെഡി എങ്കിൽ ഈ പറയുന്ന നമ്മൾ ഈ ഈ ടെസ്റ്റ് എന്ന് പറയുന്ന ഏരിയയിൽ മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏകദേശം ഒരു 65 to 70 എന്ന് പറയുന്ന ഒരു റേഞ്ചിലായിരിക്കണം. ഇനി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് ഇത് ഒരുപാട് ഡീവിയേറ്റ് ചെയ്യും. പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര എളുപ്പമാണെങ്കിൽ ചിലപ്പോൾ 80 എന്ന് പറയുന്നതായിരിക്കും ചിലപ്പോൾ സ്കോർ. പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ ഈ പറയുന്ന വീണ്ടും അത് വ്യത്യാസം വരാം. ഓക്കെ, ഓക്കെ, പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ അത് ഡീവിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയാണ് നമ്മൾ മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്. ഇതാണ് ഒരു വേരിയബിൾ ഫാക്ടർ എന്ന് പറയുന്നത്.
ഇനി എങ്ങനെയാണ് ഈ പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓക്കെ. രണ്ട് സ്ട്രാറ്റജി ഉണ്ട്. ഒന്ന് ഈ പറയുന്ന നിങ്ങൾക്ക് ഒറ്റ സെക്കൻഡ്, പലർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന ഓക്കെ, രണ്ട് സ്ട്രാറ്റജി ഞാൻ പറയാം. ഒന്ന് ഈ പറയുന്ന അഗ്രസീവ് ആയിട്ട് നിങ്ങൾ എന്താ പറയുക, അറ്റംപ്റ്റ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 85 to 90 എണ്ണം ചെയ്യുക. അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് നെഗറ്റീവ് അടിക്കും. നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 65 to 70 സ്കോറിലേക്ക് എത്തിക്കുക. ഇനി രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ കൺസർവേറ്റീവ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവര് റിസ്ക് ലവേഴ്സ് അല്ല, ഈ പറയുന്ന അത് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. അവർ ഈ പറയുന്ന ചിലപ്പോൾ 70 എണ്ണമായിരിക്കും കുത്തുള്ളൂ. അതിൻ്റെ അകത്ത് ഈ പറയുന്ന 2 or 3 എണ്ണമായിരിക്കും തെറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവരുടെ മാർക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ 60-നും 65-നും ഇടയിലായിട്ടുള്ള ഒരു സ്കോറിൽ വരാനായിട്ട് ശ്രമിക്കുന്നവരുണ്ട്. നിങ്ങൾ ഏത് സ്ട്രാറ്റജി ഫോളോ ചെയ്താലും കുഴപ്പമില്ല. ഞാൻ പറയുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇതായിരിക്കും. കാരണം അത്ര ഈ പറയുന്ന ഷുവർ ഷോട്ടായിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉള്ളത് മാത്രം കുത്തിയിട്ട് ഇറങ്ങി പോരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി റിസ്കി ഉള്ള ഒരു സാധനമാണത്. വളരെ കൺസർവേറ്റീവ് ആയിട്ട് കളിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തോളുക. അത് നേരത്തെ നിങ്ങളൊരു പ്ലാൻ ഉണ്ടായിരിക്കണം, ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അല്ലാണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പ്ലാൻ മാറ്റാൻ നിൽക്കരുത്. അപ്പൊ ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. ഒന്നുകിൽ അഗ്രസീവ് ആയിട്ട് കുത്തുക, അല്ലെങ്കിൽ വളരെ കൺസർവേറ്റീവ് ആയിട്ട് നിങ്ങൾ ഈ പറയുന്ന വളരെ കുറച്ച് മാർക്ക് ചെയ്യുക എന്നുള്ളത്. ഓക്കെ. റിസ്ക് എടുക്കുക എന്നുള്ളതായിരിക്കും ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന സ്ട്രാറ്റജി. അല്ലെങ്കിൽ ഞാൻ കൂടുതൽ എപ്പോഴും പറയാറുള്ളത് റിസ്ക് എടുക്കണം, റിസ്ക് എടുക്കണം, റിസ്ക് എടുക്കണം എന്നുള്ളതാണ്. കാരണം 1050 വന്നില്ലെങ്കിൽ പിന്നീട് നമ്മളുടെ ഈ പറയുന്ന ചാൻസസ് ഓരോ റാങ്ക് കുറയും തോറും കുറഞ്ഞുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് നിങ്ങളൊരു ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റ് ആണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാവും. നിങ്ങൾ ഇനിയിപ്പോ റിസർവേഷൻ അങ്ങനെയുള്ള ഒരു കാറ്റഗറി ആണെങ്കിൽ പോലും ഈ പറയുന്ന അവിടെയും ഈ പറയുന്ന നമ്മളുടെ ടേൺ വൈസ് അത് വരാനും ഇതൊക്കെ അതും അപ്പോഴും ഒരുപാട് ലിമിറ്റേഷൻസ് വരും. അപ്പൊ ഏറ്റവും ഹയസ്റ്റ് റാങ്കിലേക്ക് പോവുകയാണെങ്കിൽ അത്രയും നല്ലതെന്നുള്ളതാണ് അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിന്റെ അപ്പുറത്ത് പറയാനുള്ളത്, ഒന്ന് ഈ പറയുന്ന ഇനി ഇങ്ങനെ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ, ഈ ഒരു ഹയർ റാങ്കിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കാം. ഓക്കെ. ഇനി ഇങ്ങനെ ഒരു ഹയർ റാങ്കിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾക്കൊരു ബിലീഫ് എന്ന് പറയുന്ന ഒരു സാധനം വേണം. നിങ്ങളുടെ അതിപ്പോ ബിലീഫ് എന്ന് പറയുന്നത് പല രീതിയിലാവാം. നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യം. ഓക്കെ, അതിൽ ആദ്യം വിശ്വസിക്കുക. ഇനി അങ്ങനെ അല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, അങ്ങനെ അല്ലാത്ത ആൾക്കാരും ഉണ്ട്. രണ്ടാമത്തെ കേസ്, നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടായി. ഞാൻ എന്തൊക്കെ പഠിപ്പിച്ചാലും, നിങ്ങൾ ഏതൊക്കെ അമ്പലത്തിൽ പോയാലും, ഏതൊക്കെ പള്ളിയിൽ പോയാലും, എത്ര മെഴുതിരി കത്തിച്ചാലും, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവില് വിശ്വാസം ഇല്ലെങ്കിൽ ഈ പറയുന്ന കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് ഇത്രയും നാളും ഞാൻ പഠിച്ചു പക്ഷെ പാസ്സായില്ല, അപ്പൊ പഴയ ചരിത്രം ആവർത്തിക്കപ്പെടും എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ 15 കൊല്ലമായിട്ട് ടച്ച് വിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ബിലീഫ് എന്ന് പറയുന്നത് ഞാൻ ഇത്രയും യങ് ആയിട്ടുള്ള പിള്ളേരുടെ കൂടെയാണ് എഴുതാൻ പോകുന്നത്, അവർക്ക് ഈ പറയുന്ന കൺസെപ്റ്റ് ഒക്കെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്, ഈ പറയുന്ന അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ഒരു ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറയുന്നത്. ഇതൊന്നും പ്രശ്നമുള്ള കേസല്ല. ഒന്നും പ്രശ്നമുള്ള കേസല്ല. ജസ്റ്റ് ഒരു നിങ്ങൾക്ക് സാധിക്കും, നിങ്ങൾ ഇതാണ്, നിങ്ങൾ ഒരു HSST ടീച്ചറാണെന്ന് ഉറച്ച് വിശ്വസിക്കുക. അപ്പൊ തന്നെ പകുതി പ്രശ്നം തീർന്നു. ബാക്കി പകുതി നമുക്ക് നോക്കാം. ഓക്കെ. ഈ ഒരു ബിലീഫ് ഇല്ലാതെ നമുക്ക് അപ്പം നോക്കാം, ആ സമയമാകുമ്പോൾ നമുക്ക് നേരിടാം, ആ സമയമാകുമ്പോൾ പരീക്ഷയുടെ അന്നേ ദിവസത്തെ പരീക്ഷ പോലെ ഇരിക്കും എൻ്റെ റിസൾട്ട്. അതല്ല ബിലീഫ് വേണ്ടത്. നിങ്ങൾ ഈ സാധനം ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുന്നത്, നിങ്ങൾ ഇതാണ് കിട്ടും എന്നുള്ളതല്ല, നിങ്ങൾ ഇതാണ് എന്ന് ഈ പറയുന്നത് നിങ്ങൾ ദിവസവും കണ്ണാടിയിൽ നോക്കി പറയാൻ തയ്യാറായിക്കോളും. എന്നിട്ട് പ്രിപ്പയർ ചെയ്യുക. അതാണ് ഈ ഓൺ ബിലീഫ് എന്ന് ഞാൻ പറയുന്നത്. നിങ്ങളിപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾ കൂടുതലായതുകൊണ്ട് എല്ലാവരും തന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളായിരിക്കും. പക്ഷെ നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല.
അവനവനെ വിശ്വാസം ഇല്ലാത്തവർക്ക് ദൈവം സഹായിക്കുമെന്ന് എനിക്കും തോന്നുന്നില്ല. ദൈവം ഒരു പൂർണ്ണമായിട്ട് നിങ്ങളെ സൃഷ്ടിച്ചു. ഇനി നിങ്ങളുടെ ജോലിയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക എന്നുള്ളത്. അപ്പോൾ ഓൺ ബിലീഫ് ഇല്ലാതെ ഇതൊന്നും നടക്കാൻ പോകില്ല. ഇനി മൂന്നാമത്തെ ഒരു ആളെയും കൂടെ നിങ്ങൾ വിശ്വസിക്കണം. അത് എന്നെയാണ്. നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം എന്ന് ഞാൻ പറയില്ല. 99.99% വിശ്വസിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഒരു മിനിമം ബിലീഫ് വേണം. ഞാൻ 99.99% തന്നെ പറഞ്ഞേ. പക്ഷെ മനുഷ്യനല്ലേ, നമുക്ക് അങ്ങനെ ഒരാളെയും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, നിങ്ങളെ കൊണ്ട് ഇത് പാസ്സാക്കിക്കാൻ പറ്റും എന്നുള്ളൊരു ബിലീഫ് നിങ്ങൾക്ക് വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത് 2 തവണ ചെയ്തിട്ടുണ്ട് നേരത്തെ. അപ്പോൾ എല്ലാവരെയും എന്നെ കൊണ്ട് പാസ്സാക്കാൻ പറ്റില്ല. അത് ഒരാളെ കൊണ്ടും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജും നിങ്ങളുടെ ഒരു മുകളിലേക്ക് റാങ്കിൽ കയറി പോകാനുള്ള സാധ്യതയും കൂടുതലാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഓരോ സ്റ്റെപ്പിലും ഈ പറയുന്ന ഇയാൾ പറയുന്ന തെറ്റാണ്, ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഈ പറയുന്ന എനിക്ക് എൻ്റെതായിട്ടുള്ള രീതിയുണ്ട്, ആം, ഒരു കുഴപ്പമില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജിയാണ്. ഇപ്പൊ ഞാൻ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് വർക്കൗട്ട് ആവണമെന്നില്ല. ഇപ്പോൾ ഒരു E = MC² എന്നുള്ള ഒരു ഇക്വേഷൻ പോലെ മനുഷ്യനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. എന്റെ സ്ട്രാറ്റജി ആയിരിക്കില്ല നിങ്ങളുടെ സ്ട്രാറ്റജി. ഈ പറയുന്ന ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജിയാണ്. പക്ഷെ അത് എന്ത് സ്ട്രാറ്റജി ആണെന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ തിരിച്ചറിവ് ഉണ്ടായിരിക്കണം. അപ്പൊ ഞാൻ പറയുന്ന ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ഓക്കെ, അടുത്ത സ്ട്രാറ്റജിയിലേക്ക് പോവുക. ഇത് നിങ്ങൾക്കും ഒരു സ്ട്രാറ്റജി ഇല്ല, ഞാൻ പറയുന്ന ഒരു സ്ട്രാറ്റജി അംഗീകരിക്കാനും തയ്യാറല്ല, ആ രീതിയിലായിരിക്കരുത്. നിങ്ങളൊരു സ്ട്രാറ്റജി ഉണ്ടോ, ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ അതുമായിട്ട് മുമ്പോട്ട് പോവുക. ഇനി അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ തൽക്കാലം എന്റെ ഒരു സാധനം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് ആ കോംപ്രിഹെൻസീവ് ടെസ്റ്റ് പേപ്പർ എഴുതാൻ നേരത്ത് നിങ്ങൾക്ക്, അതായത് 100 മാർക്കിന്റെ ചോദ്യ പേപ്പർ എഴുതാൻ നേരത്ത് നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ആ സ്ട്രാറ്റജി മാറ്റുക. ഓക്കെ. അപ്പൊ കുറച്ചൊരു വിശ്വാസം എന്നിലും വേണം. ഓക്കെ. അപ്പൊ അതാണ് 3 ബിലീഫ് എന്ന് പറയുന്നത്. ഒന്ന്, ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ വിശ്വസിക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സ്വന്തം കഴിവിലുള്ള വിശ്വാസമാണ്. അത് ചരിത്രം, പാസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുള്ള കേസല്ല. നിങ്ങൾക്ക് ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടാവും. പുതിയ പിള്ളേരുടെ കൂടെയാണ് എഴുതാൻ പോകുന്നത്, പരീക്ഷ ചിലപ്പോൾ ടഫായിരിക്കും. അതൊക്കെ കളഞ്ഞേക്കുക. നിങ്ങൾ ആദ്യം തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് പറയുക, ഞാനൊരു HSST ടീച്ചറാണ് എന്നങ്ങോട്ട് പറയുക. അപ്പൊ തന്നെ പകുതി പ്രശ്നം തോന്നും അന്നേ ദിവസത്തെ. മൂന്നാമത്തെ കേസ്, കുറച്ച് എന്നെയും വിശ്വസിക്കണം. ഓക്കെ. 100% വിശ്വസിക്കണം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഓക്കെ, കുറച്ചെങ്കിലും ഒന്ന് വിശ്വസിക്കുക. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത്, ഒരു പ്ലാൻ വേണം. ഞാനീ പറയുന്നു, ഞാനൊരു പ്ലാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഇനി ഈ പ്ലാൻ വർക്കൗട്ട് ആയില്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്ലാൻ വേണം. സാധാരണ ഇതിൽ എന്താ ഞാൻ കണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു പ്ലാൻ പറയും, നിങ്ങൾ ആ പ്ലാൻ അനുസരിക്കുകയില്ല ഇവിടെ പരീക്ഷ എഴുതാൻ നേരത്തൊന്നും. എന്നിട്ട് നിങ്ങൾ പരീക്ഷയുടെ ദിവസം ചെന്നിട്ട്, ഓ ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എന്നാൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, പരീക്ഷയുടെ ദിവസം പുള്ളിക്കാരന്റെ സ്ട്രാറ്റജി ഉപയോഗിച്ച് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷ എഴുതും. അതും അപകടകരമാണ്. അതും ചെയ്യരുത്. ഇനി നേരെ തിരിച്ചുള്ളവരും ഉണ്ട്. ഓക്കെ, അത് രണ്ടും വേണ്ട. നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. ആ പ്ലാൻ ഒന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്ന പ്ലാൻ ഈ പറയുന്ന കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാൻ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, ഒരു പ്ലാൻ എന്താണ്, സ്ട്രാറ്റജി എന്താണ് എന്നുള്ളത് നിങ്ങൾ നേരത്തെ തീരുമാനിക്കണം. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇതിനു മുമ്പ് പരീക്ഷ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ പരീക്ഷ എഴുതിയപ്പോ നിങ്ങൾ എന്തുകൊണ്ട് ആ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഒരു ഉയർന്ന റാങ്ക് കിട്ടിയില്ല, ഓക്കെ, എന്തുകൊണ്ടാണ് ഫെയിൽ ആയത് എന്ന് പറയുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കണം. അത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം നിങ്ങളാണ് ചോദ്യം എഴുതിയത്. എനിക്ക് എന്റെ ടെസ്റ്റ് പേപ്പർ വരാൻ നേരത്തെ നിങ്ങൾ എന്തുകൊണ്ട് ഫെയിൽ ആവുന്നെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇന്ന വിഷയത്തിലാണ് നിങ്ങൾക്ക് മാർക്ക് പോകുന്നത് എന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇതുവരെ സംഭവിച്ചേക്കണം എന്താന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തുകൊണ്ട് തോറ്റു എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കണ്ടുപിടിക്കാണ്ട് നിങ്ങൾ ഈ പറയുന്ന അടുത്തതിൽ വിജയിക്കാൻ എളുപ്പമായിരിക്കില്ല. ഓക്കെ. അപ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന നിങ്ങൾ ഒരു ഓൾറൗണ്ട് പെർഫോമൻസ് നിങ്ങളുടെ മോശമായതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിന്മേലുള്ള പോരായ്മയായിരിക്കും. ഇപ്പൊ ചില പിള്ളേർക്ക് എന്ന് പറയുന്നത്, പുതിയ പിള്ളേർക്ക് എസ്പെഷ്യലി, നിങ്ങൾ ഈ പറയുന്നുണ്ട് അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അവർ GK ചിലപ്പോൾ മോശമായിരിക്കും. നിങ്ങൾ ഈ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഈ പറയുന്ന ജനറൽ PSC എഴുതി എഴുതി നിങ്ങൾക്ക് GK പാർട്ട് സ്ട്രോങ് ആയിരിക്കും. ഓക്കെ. അപ്പോ നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ് എന്താണ്, നിങ്ങളുടെ വീക്ക് പോയിന്റ് എന്താണ്, നിങ്ങൾ എന്തുകൊണ്ട് പരീക്ഷയ്ക്ക് തോറ്റു എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കണം. അത് അടുത്ത കാര്യം. ഓക്കെ.
ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കുക. സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്പിറേഷനും മോട്ടിവേഷനും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കരുത്. ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്റെ അമ്മോ നിങ്ങളൊരു സംഭവമാണ് ഇപ്പൊ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് സൂപ്പർ ആയിരിക്കും എന്ന് പറഞ്ഞ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഉണ്ടാവില്ല. അപ്പോൾ കഴിവതും ഈ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഞാൻ സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഞാൻ എല്ലാ ദിവസവും 1 മണിക്കൂർ പഠിക്കും. ഓക്കെ. ഇനി ഈ 1 മണിക്കൂറിൽ 20 മിനിറ്റ് ഞാൻ ഈ പറയുന്ന എൻ്റെ ക്ലാസ്സിലെ നോട്ട്സ് റിവൈസ് ചെയ്യാൻ എടുക്കും. 40 മിനിറ്റ് ആ ക്ലാസ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്താണോ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ റിവൈസ് ചെയ്യും അല്ലെങ്കിൽ ചെയ്തു നോക്കും. ഇതായിരിക്കും എൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഞാൻ 1 മണിക്കൂറാണ് പഠിക്കുന്നതെങ്കിൽ 20 മിനിറ്റ് ഞാൻ ഈ പറയുന്ന ക്ലാസ്സിലെ നോട്ട്സ് റിവൈസ് ചെയ്യും. 40 മിനിറ്റ് ബാക്കിയുള്ളത് ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യും. ഓക്കെ. സാധാരണഗതിയിൽ പറയാറുണ്ട് നമുക്ക് 3 കാര്യങ്ങൾ അത്യാവശ്യമാണെന്നുള്ളത്. ഒന്ന് ഈ പറയുന്ന നമ്മളുടെ ശരീരത്തിന് വേണ്ടിയുള്ളത്, ഒന്ന് ഫിസിക്കലായിട്ട് കാര്യങ്ങൾ, ഒന്ന് നമ്മളുടെ മെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കാൻ വേണ്ടി, 3 പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗം. ഓക്കെ. ഇത് 3 നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറയാറുള്ളത്. ബോഡി എന്ന് പറയുന്നത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ് നിങ്ങൾ നടക്കാൻ പോവുക. ഓക്കെ. ഈ 20 മിനിറ്റ് നടക്കാൻ പോകുന്ന നേരത്ത് നിങ്ങൾ ഈ മൊബൈലും പിടിച്ചുകൊണ്ട് നടക്കാൻ നിൽക്കരുത്. ദൈവത്തെ ഓർത്ത് പാട്ട് കേട്ടുകൊണ്ട് നടക്കാൻ നിൽക്കരുത്. നിങ്ങളൊരു ഗാർഡനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഗ്രൗണ്ടോ ഉണ്ടെങ്കിൽ വെറുതെ നടക്കുക. ഓക്കെ. ഇനി മെന്റൽ ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് നടത്താനാണെങ്കിൽ ഞാൻ പറയുന്നത് വല്ല യോഗയോ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാനാണ്. നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട, വിട്ടേക്കുക. വീണ്ടും ഒന്ന് നടന്നാൽ മതി. ഒരു 20 മിനിറ്റോ 40 മിനിറ്റോ ഒന്ന് നടക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ ഞാൻ ഈ പറയുന്ന പൈസ എന്നുള്ളതല്ല, ഈ പൈസ ഉണ്ടാക്കാൻ നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് ഈ പറയുന്ന എക്സാം ആണ്. അപ്പോൾ എക്സാമിന് വേണ്ടി ദിവസവും പ്രിപ്പയർ ചെയ്യുക. 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ, 2 മണിക്കൂർ കിട്ടുകയാണെങ്കിൽ 2 മണിക്കൂർ. അപ്പോൾ ഒന്ന് ശരീരത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക, മനസ്സിന് വേണ്ടി പറ്റുമെങ്കിൽ എന്തെങ്കിലും ചെയ്യുക, എക്സാമിന് വേണ്ടി ചെയ്യുക. ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ്. പലരും പറയാറുണ്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ ആണെന്ന് പറയാറുണ്ട്. ഈ ടെൻഷൻ വരുന്നത് ഒന്ന് ആഹ്, ഒരു ഹയർ പവറിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളിപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ എല്ലാവരും ഒരു പകുതി വിശ്വാസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും, പക്ഷെ പൂർണ്ണമായിട്ട് വിശ്വസിക്കില്ല. പൂർണ്ണമായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പേടി ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നവർക്കായിരിക്കും പേടി. ഇപ്പൊ ഞാൻ പറയാണ്, നിങ്ങൾ എന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം എന്ന് പറയാണ്. അവിടെ സംഭവിക്കുന്ന 2 കാര്യമാണ്. നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പേടി ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നത് അത് അയാൾ നോക്കിക്കോളും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ പേടി മാറി. പിന്നെ പേടിക്കേണ്ടത് ഞാനാണ്. ഞാൻ പേടിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവമേ ഈ പറഞ്ഞ എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാനാണ് പേടിക്കേണ്ടത്. ദൈവത്തിന്റെ കേസും ഇതുപോലെ തന്നെയാണ്. നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ അത് പുള്ളിക്കാരൻ നോക്കിക്കോളും. അത് പകുതി വിശ്വാസം ആകുമ്പോഴാണ് ഈ പറഞ്ഞ പേടി വരുന്നത്. രണ്ടാമത്തെ പേടിയുടെ കാരണം എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ കറക്റ്റ് അല്ല. പ്രിപ്പറേഷൻ കറക്റ്റ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കും, ഇഷ്ടംമാതിരി പഠിക്കും, പക്ഷെ പഠിച്ചുകൊണ്ട് കാര്യമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്ന. നമുക്ക് എഡ്ജ് എന്ന് പറയുന്ന സാധനം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ മാത്രമാണ് കിട്ടുന്നത്. എല്ലാവരും പഠിക്കുന്നുണ്ട്. എല്ലാവരും വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ട് പഠിക്കുന്നുണ്ട്. 1050 വരുന്നവനും ഈ പറയുന്ന പിന്നീടത്തെ റാങ്കിൽ വരുന്നവനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയി. അത് ഞാൻ ഉറപ്പ് വരുന്നു. അപ്പോ ഈ പേടിക്കാതെ ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുക. പറ്റുമെങ്കിൽ ഈ പറയുന്ന ഒരു നടത്തം ശീലമാക്കുക. ജിമ്മിൽ പോകുന്നവർ ജിമ്മിൽ പോവുക. മെന്റലി ഈ പറയുന്ന നിങ്ങൾക്ക് ഒരു സിനിമ കാണുമ്പോഴാണ് സന്തോഷം കിട്ടുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക. ഈ ഫോൺ ഉപയോഗം തൽക്കാലം കുറച്ചെങ്കിലും ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്യാനോ യൂട്യൂബ് ഡിലീറ്റ് ചെയ്യാനോ ഒന്നും അല്ല പറയുന്നത്. ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ നിങ്ങൾ എഴുന്നേറ്റു, 7 മണി തൊട്ട് 12 മണി വരെ നിങ്ങൾ ഫോൺ തൊടില്ല. ഉച്ചയ്ക്ക് 12 മണി വരെ ആ സമയത്ത് ഈ പറഞ്ഞ ഒരു പ്രിപ്പറേഷൻ 1 മണിക്കൂർ നിങ്ങൾ മാറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫോണിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു ബ്ലോക്ക് ആയിട്ട് നിങ്ങൾ ആ സമയത്ത് തിരിക്കുക. ആ സമയത്ത് നിങ്ങളത് ചെയ്യില്ല എന്നൊരു തീരുമാനം എടുത്താൽ മതി. നിങ്ങൾ ഈ പ്രിപ്പയർ ചെയ്യാൻ നേരത്ത് ഈ 1 മണിക്കൂർ പ്രിപ്പയർ ചെയ്യാൻ നേരത്ത് ആ ടേബിളിൽ ഫോൺ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ആ പ്രിപ്പറേഷൻ കറക്റ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരിക്കില്ല. നിങ്ങൾ എന്ത് നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ പോലും ആ സാധനം അവിടെ നിന്ന് മാറ്റി വയ്ക്കുക. അതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം. നമ്മളുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം തന്നെ ഈ ഇൻസ്റ്റാഗ്രാമിൽ തോണ്ടി തോണ്ടി നമുക്ക് ഓരോ തവണ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴും ഡോപ്പമീന്റെ ഒരു മൈക്രോ നീഡിൽ വെച്ചുകൊണ്ട് നമ്മുടെ തലയിലേക്ക് അത് ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോപ്പമീന്റെ ഒരു ചെറിയൊരു ഹോർമോണാണ് ഡോപ്പമീൻ, കെമിക്കലാണ്. ആ സാധനം നമുക്ക് കിട്ടാണ്ട് വരുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ഒരു ദിവസം നമുക്ക് ഫോണില്ലാണ്ട് നമുക്ക് നിൽക്കാൻ പറ്റും, ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ സാധനം കഴിവതും ഈ പറയുന്ന
അത് ഡിലീറ്റ് ചെയ്യണം ഒന്നുമല്ല ഞാൻ പറയുന്നത്, കുറച്ച് നാളത്തേക്ക് ഒന്ന് മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ടാക്കുക. ആ ബ്ലോക്കിന്റെ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു അതിൻ്റെ അകത്ത് ഒരു പ്രശ്നമില്ല. ഓക്കെ. ഇനി അടുത്തത് എന്ന് പറയുന്നത്, ആഹ്, ഇനി എന്തുകൊണ്ട് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യണം എന്നുള്ള ഒരു ചോദ്യമാണ്. അത് ഇവിടെ നിന്ന് ഇല്ലട്ടോ. ഏതെങ്കിലും ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും. ഇതാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പൊ ലൈവ് ക്ലാസ്സസ് ആണ്, ഓൺലൈൻ ക്ലാസ്സസ് ആണ്, റെക്കോർഡഡ് വീഡിയോസ് അല്ല. ആ, അപ്പോ ഇപ്പൊ ഇത്രയും പിള്ളേരുണ്ട്, ആ പിള്ളേരുടെ ഇടയിൽ പരീക്ഷ നടത്താൻ നേരത്ത് നമ്മളുടെ ഒരു ലെവൽ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അവരെവിടെയാണ് നിൽക്കുന്നത്, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, ഒരു ലൈവ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ അവിടെ സംഭവിക്കും. ആ സമയത്ത് നമുക്ക് പേടിയാവും നമ്മളുടെ ഒരു പെർഫോമൻസ് മോശമാണെന്ന് കാണാൻ നേരത്ത്. അപ്പോ അതാണ് ഈ പറയുന്ന ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്താലുള്ള ഒരു ഗുണം. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് അതൊന്ന്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, നമ്മളിപ്പോ സ്വന്തമായിട്ട് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ വിഷയം PhD എടുക്കുന്ന പോലെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. എല്ലാം ഈ പറയുന്ന വളരെ ഇന്റൻസ് ആയിട്ട് പഠിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. പക്ഷെ അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾ ആ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ആ ക്വസ്റ്റ്യൻസിൽ തന്നെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് മിക്കവാറും മൈക്രോ സെക്ഷനിലായിരിക്കും. അത്രയും ബുദ്ധിമുട്ടുള്ള അല്ല ബാക്കിയുള്ള സെക്ഷനിൽ. അപ്പൊ ഓരോ സെക്ഷനും പഠിപ്പിക്കേണ്ട രീതി എന്ന് പറയുന്നത് വ്യത്യാസമാണ്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കേണ്ട രീതി, അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ട രീതി എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. അപ്പോൾ അത്യാവശ്യം അത് കണ്ട് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഈ പറയുന്ന അത് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്ന് മനസ്സിലാവും, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യിപ്പിക്കേണ്ടതെന്നുള്ളത് മനസ്സിലാവും. അതാണ് മറ്റൊരു ഗുണം. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ചില സമയത്ത് ചില ടോപ്പിക്കിലേക്ക് നമ്മൾ ഈ പറയുന്ന ഇന്റൻസ് ആയിട്ട് ഇറങ്ങേണ്ടി വരും. ചില സമയത്ത് ഈ പറയുന്ന നമ്മൾ അധികം അതിൻ്റെ അകത്തേക്ക് പോകണ്ട എന്നുള്ളൊരു ഒരു നിലപാടും എടുക്കാൻ പറ്റും. അത് ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ഈ പറഞ്ഞ പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ഒരാൾക്ക് അത് ഈ പറഞ്ഞ എളുപ്പം സാധിക്കുള്ളൂ. അതൊക്കെയാണ് ഈ പറഞ്ഞ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്താലുള്ള ഗുണം. സാധാരണഗതിയിൽ ഈ പറഞ്ഞ വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പഠിച്ചുകൊണ്ട് ഒരു എക്സാം അല്ല ഇത്. അറിവ് നേടുക എന്നുള്ളതല്ല ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളൂ. അറിവ് നേടുക എന്നുള്ളതല്ല, പരീക്ഷ പാസ്സാവുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. എല്ലാവരും അറിവ് നേടുക, ഇൻഫർമേഷൻ കൂടുതൽ കയറ്റുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഒരു ലക്ഷ്യമായിട്ട് നിങ്ങൾ പിന്നീട് എടുത്തോ. പരീക്ഷ പാസ്സായി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പരീക്ഷ പാസ്സാവുക എന്നുള്ളതാണ്. രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആനയും ആട് തമ്മിലുള്ള വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ. അപ്പൊ പരീക്ഷ പാസ്സാവുക എന്നുള്ളതാണ് ലക്ഷ്യം, അറിവ് നേടുക എന്നുള്ളതല്ല. അറിവ് നേടുന്നതിന്റെ ഒരു എന്താ പറയാ, അത് നേടുമ്പോൾ പരീക്ഷ പാസ്സാകാൻ എളുപ്പമായിരിക്കും, അത് സമ്മതിച്ചു. പക്ഷേ ഈ അറിവ് നേടുമ്പോൾ ഉള്ള ഒരു സ്ട്രാറ്റജിയും പരീക്ഷ പാസ്സാവാനുള്ള സ്ട്രാറ്റജിയും രണ്ടും രണ്ടാണ്, വ്യത്യാസമുണ്ട്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. അതും ഈ പറയുന്ന ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്താലുള്ള ഒരു ഗുണമാണ്. ഇനി എ- എ- ഞാൻ ഈ പറയുന്ന പഠിപ്പിച്ച് ഞാൻ പറഞ്ഞു, തവണ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നെറ്റിനും പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്കൊരു 3 ബാച്ച് ഞാൻ നെറ്റിനെ പഠിപ്പിച്ചിട്ടുണ്ട്. 2 ബാച്ച് കഴിഞ്ഞ മുമ്പിലത്തെ HSSTയും ഇത്തവണത്തെ HSSTയും. ഇപ്പൊ 2 ബാച്ച് ഞാൻ HSST കുട്ടികളെ ഞാൻ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ പറയുകയാണ്, എനിക്കെല്ലാം അറിയൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കുറച്ച് കാര്യങ്ങളെ എനിക്ക് അറിയാൻ പാടുള്ളൂ എക്കണോമിക്സിൽ. പക്ഷേ ഈ പറയുന്ന ഇത് നേരത്തെ കണ്ട് എങ്ങനെയാണ് ഇത് പാസ്സാക്കേണ്ടത് എന്ന് പറയുന്ന ഒരു സാധനം, ചെറിയ എന്തോ ഒരു സാധനം എനിക്കറിയാം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. എല്ലാ സാധനങ്ങളും അറിയാവുന്ന ഒരാളായതുകൊണ്ടല്ല ഞാൻ ഈ പറയുന്ന ക്ലാസ് എടുക്കുന്നത്. വളരെ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുള്ളൂ. ആ കുറച്ച് കാര്യങ്ങൾ അറിയുന്നത് പറഞ്ഞു തരാൻ കുറച്ചൊക്കെ എനിക്കൊരു കഴിവുണ്ട്. പ്ലസ് ഈ പറയുന്ന നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ ഒരു എബിലിറ്റി എനിക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇരിക്കാൻ നേരത്ത്, ക്ലാസ്സിൽ ഇരിക്കാൻ നേരത്ത് പല ടൈപ്പ് ഓഫ് പിള്ളേരുണ്ട്. അതായത് പല ടൈപ്പ് ഓഫ് പിള്ളേരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആൾക്കാര് ആം, ആ, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് പല പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാരെന്ന് പറയുന്നത് 15 കൊല്ലമായിട്ട് ടച്ച് വിട്ടിട്ടിരിക്കുന്നത് അവസാനത്തെ ചാൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്. നമ്മളുടെ ക്ലാസ്സിൽ കൂടുതലും വരുന്നത് അങ്ങനെ ആൾക്കാരാണ്. ഇതിൽ ഏതാണ് എനിക്ക് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 15 വർഷം ടച്ച് വിട്ടിരിക്കുന്ന ടീച്ചർമാരെ പഠിപ്പിക്കാനാണ് എനിക്ക് താല്പര്യം. സത്യം പറയാലോ, വളരെ എളുപ്പമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ബോർഡാണ്. ഇത് 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 ക- ഇത് കണ്ടില്ല, ഈ സാധനത്തില് ഒരു വരയില്ല.
ഇതിൻ്റെ അത് ഞാൻ വരയ്ക്കുന്ന വര മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അത് ഞാൻ എ എന്നാണ് വരയ്ക്കുന്നതെങ്കിൽ അവർക്ക് ആ എ മാത്രമേ അറിയാവുള്ളൂ. ഇനി ഞാൻ ബി എന്നാണ് വരയ്ക്കുന്നതെങ്കിൽ ആ ബി മാത്രമേ അറിയാവുള്ളൂ. ഇത് 15 കൊല്ലമായിട്ട് പഠിച്ച് ഇരിക്കുന്ന ഒരാളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ഇതുമല്ല, ഇതായിരിക്കും. ഇനി ഇതിൻ്റെ അത് ഞാൻ ഏന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വായിക്കുന്നത് ബി എന്നായിരിക്കും. അപ്പോ നിങ്ങളെ എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് അറിവുണ്ട്. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. അറിവ് നല്ലതാണ്, പക്ഷെ ഈ പറയുന്ന ആ, പലരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പ്രത്യേകം ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങളുടെ പഴയ നോട്ട്സ് ഒക്കെ ഈ പറയുന്ന അവിടെ തുറന്നു വെക്കും ടേബിളിന്റെ ഫ്രണ്ടിൽ. എന്നിട്ട് ഇപ്പൊ ഞാനൊരു വിഷയം എടുക്കാന്ന് വിചാരിക്കാം, ഡിമാൻഡ്. ഇപ്പൊ ഡിമാൻഡ് എടുക്കാൻ നേരത്ത് ഈ പറയുന്ന നിങ്ങൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ നോട്ട്സുമായിട്ട് കമ്പയർ ചെയ്യും. ആ നോട്ട്സിൽ ഡിമാൻഡ് കർവിന്റെ വളവ് ഇച്ചിരിയും കൂടി ഈ പറയുന്ന വ്യത്യാസം ഉണ്ടായിരുന്നു. അത് ഇച്ചിരി ഫ്ലാറ്റർ ആയിരുന്നു, ഇച്ചിരി സ്റ്റീപ്പർ ആയിരുന്നു, അതിന്റെ കുനിപ്പ് ഇങ്ങനല്ല എന്നൊക്കെ ഉള്ളൊരു ഒരു അസംഷനും ഈ പറയുന്ന കമ്പാരിസണും വരും. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഒഴിഞ്ഞ കപ്പിലെ ഈ പറയുന്ന വെള്ളം നിറയ്ക്കാൻ പറ്റൂ. നിറഞ്ഞ കപ്പുമായിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും, എനിക്കും ബുദ്ധിമുട്ടാവും. അതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഈ പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞാണ് രാജ്പി ടീച്ചർ, എനിക്ക് തോന്നുന്ന 15 കൊല്ലമായിട്ട് ടീച്ചർ ഈ പറയുന്ന എക്കണോമിക്സിന്റെ ബുക്ക് തൊട്ടിട്ടില്ല. 13ാമത്തെ റാങ്കാണ്, 13ാമത്തെ റാങ്ക്. റിജി മിസ്, നിങ്ങൾ റിജി മിസ്സിനോടും ചോദിക്കുക എത്ര നാളായി ഈ പറയുന്ന എക്കണോമിക്സിന്റെ ക്ലാസ്സിൽ കയറിയിട്ടെന്ന് ചോദിക്കുക. ടീച്ചർ മൈക്രോ സെക്ഷൻ പകുതി തീർന്നപ്പോഴേതാണ്ടാണ് ടീച്ചർ ക്ലാസ്സിൽ വരുന്നത് തന്നെ. കഴിഞ്ഞാണ് 51ാമത്തെ റാങ്കാണ്. ഒഴിഞ്ഞ കപ്പായിരുന്നു. അത് ഫില്ല് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഒരു കാര്യം ചോദിക്കാൻ നേരത്ത് 10 ഈ പറയുന്ന അനാവശ്യ ഡൗട്ട് ചോദിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. അതുണ്ടോ ഇതുണ്ടോ ഈ പറയുന്ന അതും കൂടെ ഉൾപ്പെടുത്തണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ ഞാൻ എല്ലാം പഠിപ്പിക്കുന്നു അല്ല ഞാൻ പറയുന്നത്. അങ്ങനെ പഠിപ്പിക്കാത്ത സാധനങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. നിങ്ങൾക്ക് എന്താണോ ആവശ്യം ഈ പറയുന്ന ആ സാധനങ്ങൾ എന്നാൽ കഴിയുന്ന രീതി. ഒരു മനുഷ്യനാണ്, എല്ലാം ഈ പറയുന്ന നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ഈ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന നിലയ്ക്ക് നമുക്ക് അറിയാൻ പാടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് പഠിപ്പിച്ച സാറിന്റെ ഒരു അയാൾ പഠിപ്പിച്ച മോശമായതുകൊണ്ടോ ഈ പറയുന്ന അയാൾക്ക് കഴിവില്ലാത്തതുകൊണ്ടോ അല്ല. നമുക്ക് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ പറയുന്നത് നമുക്ക് അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ ഏത് സാറിന്റെ അടുത്ത് നോക്കും. ഇപ്പൊ നാരായണ സാർ, മരിച്ചുപോയ നാരായണ സാർ ആണെങ്കിൽ കൂടിയും ഞാൻ കൺസിഡർ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന സാറിനെയാണ്. ഇപ്പൊ സാറിന്റെ അടുത്താണെങ്കിൽ പോലും സാറിന് ചെയ്യാൻ പറ്റുന്ന ഒരു പരിധിയുണ്ട്. ആ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഈ പറഞ്ഞ ഇല്ലേ, ഫിസിക്സിൽ നിന്നുള്ള ചോദ്യ പേപ്പർ ആണ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എന്നുള്ള ചോദ്യ പേപ്പർ ആണെങ്കിൽ തീർന്നു. അതിന്റെ അകത്തുനിന്ന് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അതിൽ നിന്നുകൊണ്ട്, ആ പ്രശ്നത്തിൽ നിന്നുകൊണ്ട് നമുക്കത് നന്നാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പൊ എവിടെ ചെന്നാലും ഏത് സാറിന്റെ അടുത്ത് നിന്നാലും അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്. ആ പരിധിക്ക് നിന്നുകൊണ്ട് അവരെല്ലാവരും ചെയ്യുമായിരിക്കും. പ്ലസ് നിങ്ങൾ ഈ പറയുന്ന ഒരു ഒഴിഞ്ഞ കപ്പാവാനായിട്ട് ശ്രമിക്കുക. ആ, നിങ്ങളുടെ അറിവ് എന്ത് തന്നെ ആയിക്കോട്ടെ, അത് നല്ലതാണ്, അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആ, ആ, അത് വെച്ചുകൊണ്ട് ഈ പറയുന്ന ഇപ്പൊ ഒരു ഒരു ഉദാഹരണം പറയാം. ഇതൊരു ഉണ്ടായ സംഭവമാണ്. ഒരു ചോദ്യം, കഴിഞ്ഞ തവണത്തെ ഒരു ചോദ്യം. ആ ചോദ്യം ഈ പറഞ്ഞ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരു ചോദ്യമല്ല. അപ്പൊ ആ ചോദ്യം കാണാൻ നേരത്ത് നമുക്ക് രണ്ട് രീതി ചിന്തിക്കാം. ഓഹ്, എന്റെ ദൈവമേ, ഇത് ആ പുള്ളിക്കാരൻ ക്ലാസ്സിൽ പഠിപ്പിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, ഓക്കെ, ഇത് വേറൊരു ചോദ്യമാണ്, ഒരു പുതിയ ചോദ്യമാണ്. ഈ ചോദ്യം ഈ പറയുന്ന എനിക്കറിയില്ലെങ്കിൽ ഈ പറയുന്ന മറ്റുള്ളവർക്കും അറിയാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ. അപ്പൊ എനിക്ക് ഇതിൻ്റെ അത് മാർക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റൊരാൾക്ക് മാർക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയും ചിന്തിക്കാം. ഇത് രണ്ട് മൈൻഡ് സെറ്റാണ്. ആദ്യത്തെ ആളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റാണ്. അത് അത് ഈ പറയുന്ന ഞാനത് പഠിച്ചില്ലല്ലോ എന്നുള്ള സാധനമാണ്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ആ സിറ്റുവേഷൻ ഏറ്റവും നന്നായിട്ട് ചെയ്യാനായിട്ട്, കവറപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആളുടെ മൈൻഡ് സെറ്റാണ്. ഈ പരീക്ഷ പാസ്സാവോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ഇൻഫർമേഷനും നോളജും അല്ല, നിങ്ങളുടെ മൈൻഡ് സെറ്റും കൂടെ വലിയൊരു ഫാക്ടറാണ്. അത് ജീവിതത്തിൽ മൊത്തത്തിൽ നമ്മളുടെ അറിവല്ല ഈ പറയുന്ന, പലപ്പോഴും നമ്മളുടെ ആ മൈൻഡ് സെറ്റാണ്. നമ്മളെ തോൽവിയോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ആ സിറ്റുവേഷൻ എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളതും കൂടിയാണ് ആ പരീക്ഷയുടെ വിജയം. അപ്പൊ രണ്ട് രീതിയിലും ചിന്തിക്കാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ഞാൻ ഈ തരുന്ന നോട്ട്സ് പോരാ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇനിയും വേറെ നോട്ട്സ് ഈ പറയുന്ന നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ അതിനേക്കാളും നല്ലത് ഈ പറയുന്ന ഒരു സാധനം വളരെ ഇന്റൻസീവ് ആയിട്ട് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു നോട്ട്സ് ആണ് ഇഷ്ടമെങ്കിൽ അത് മാത്രം പഠിക്കുക. പിന്നെ ഇതിന്റെ അകത്ത് ഈ പറയുന്ന മിക്സപ്പ് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. ഇപ്പൊ ഈ ഈ വിപാസന എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അതൊരു മെഡിറ്റേഷൻ കോഴ്സാണ്. നിങ്ങൾ ചിലപ്പോൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും. ഒരു 10 ദിവസത്തെ കോഴ്സാണ്. വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ടെക്നിക്കാണ്.
സിദ്ധാർത്ഥ ഗൗതമന്റെ ബുദ്ധന്റെ മെഡിറ്റേഷൻ ടെക്നിക്കാണ്. ഞാൻ നേരത്തെ പലർക്കും പറഞ്ഞിട്ടുണ്ട്. 10 ദിവസം നമുക്ക് ഈ പറഞ്ഞ പോലെ ഫോണും ഇല്ല, ഈ പറയുന്ന ഒന്നുമില്ല നമ്മളുടെ കയ്യിൽ, ആരോടും മിണ്ടാൻ പറ്റില്ല, ഒരു ക്യാമ്പിലായിരിക്കും. അപ്പൊ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, വളരെ സിമ്പിളാണ്. ഈ 10 ദിവസം നിങ്ങൾ വേറെ ടെക്നിക്ക് ഒന്നും ഫോളോ ചെയ്യരുത്, ഞങ്ങൾ പഠിപ്പിച്ചത് മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് പറയും. ആദ്യം നമുക്ക് തോന്നും ഈ പറയുന്ന, "എന്നാ അതിൻ്റെ കൂടെ യോഗയും ചെയ്യാം, അതിൻ്റെ കൂടെ പ്രാണായാമവും ചെയ്യാം, എന്നിട്ട് ഞാൻ ഈ ടെക്നിക്ക് ഫോളോ ചെയ്യാം." അവർ പറയും പറ്റില്ല, ഈ 10 ദിവസം ഞങ്ങളുടേതാണ്, ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ചെയ്യാമുള്ളൂ എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് വലിയൊരു അതോറിറ്റി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ പഠിച്ച് പാസ്സായവരൊക്കെ, ഇപ്പൊ 13ാമത്തെ റാങ്ക് കിട്ടിയതാണെങ്കിലും ഇപ്പൊ 51ാമത്തെ റാങ്ക് കിട്ടിയവരാണെങ്കിലും, ഈ പറയുന്ന അവർ, എനിക്കത് എളുപ്പം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി എന്നുള്ളത്, അത് അവരത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതിന്റെയും കൂടെ ഒരു റീസൺ കൊണ്ടാണ്. ഇതിനു മുമ്പും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നേരെ തിരിച്ചും സംഭവിക്കുന്നവരുണ്ട് കേട്ടോ. ഈ പറയുന്ന കഴിഞ്ഞതിന് മുമ്പിലത്തെ തവണ പ്രീതി ടീച്ചർ എന്ന് പറഞ്ഞൊരു ടീച്ചർ ഉണ്ടായിരുന്നു. 4ാമത്തെ റാങ്കാണ്. ടീച്ചർ ഓൾറെഡി ഈ പറയുന്ന 2-3 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വന്നതാണ്. ടീച്ചറിന് ഓൾറെഡി അക്യുമുലേറ്റഡ് ആയിട്ടുള്ള അറിവ് ഉണ്ടായിരുന്നു. അതിൻ്റെ അത് ഞാൻ ബിൽഡപ്പ് ചെയ്തപ്പോൾ അത് ഇച്ചിരൂടെ നന്നായി എന്ന് മാത്രമേ ഉള്ളൂ. ടീച്ചറെ ഞാനിപ്പോൾ പഠിപ്പിച്ചില്ലെങ്കിലും നല്ലൊരു റാങ്കിൽ എത്തിയാണ്. അപ്പൊ പഴയ ഇൻഫർമേഷൻ എന്താ പറയാ, പ്ലസ് ആയിട്ട് ഉപയോഗിക്കുന്നവരും ഉണ്ട്. നിങ്ങൾക്ക് തീരുമാനിക്കാതെ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഒരു ഒഴിഞ്ഞ കപ്പാവാനായിട്ട് ശ്രമിക്കുക, അതാണ് എന്റെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ സിലബസ് എന്ന് പറയുന്ന ഒരു സാധനം, അതും ഈ പറയുന്ന അതിൻ്റെ അകത്ത് GK പാർട്ട്, ഒരു 20 മാർക്സിന്റെ പേപ്പറാണ് GK പാർട്ട്. ഈ GK പാർട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അത് എടുക്കുന്നവരുണ്ട്. പക്ഷെ അത് എത്ര എടുത്താലും എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ അകത്തൊരു ഒരു റിട്ടേൺ കിട്ടും എന്നുള്ളത്. റിട്ടേൺ കിട്ടും എന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പഠിപ്പിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു റിട്ടേൺ കിട്ടും എന്നുള്ളത് എനിക്ക് അതിൻ്റെ അകത്ത് അത്ര വിശ്വാസമില്ല. നമ്മൾ ഫോളോ ചെയ്യുന്നത് ഈ 80 മാർക്സിനുള്ള സെക്ഷനിലായിരിക്കും നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനി ഈ 80 മാർക്സിൽ തന്നെ നിങ്ങൾക്ക് ഒരു കീറാമുട്ടി ആവാൻ പോകുന്നത്, നിങ്ങളുടെ മാർക്ക് കുറയ്ക്കാൻ പോകുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കോണമി, സ്റ്റാറ്റി, റിസർച്ച്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. നമ്മൾ ഇതിനകത്ത് ഇന്ത്യൻ എക്കോണമിയും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ എടുക്കും. ഇന്ത്യൻ എക്കോണമി എടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ എക്കോണമി വീണ്ടും അഗ്രികൾച്ചർ എന്താണ്, അഗ്രികൾച്ചറിന്റെ അകത്ത് മെയിൻ സാധനങ്ങൾ എന്താണ്, അങ്ങനെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. ഇന്ത്യൻ എക്കോണമി ഒരു ബുക്കുണ്ട്, ശങ്കർ ഗണേഷ് എന്ന് പറഞ്ഞുകൊണ്ട്. ആ ബുക്കിൽ ഈ പറയുന്ന ഒരു 10-12 യൂണിറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഈ പറയുന്ന ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത്, ഒന്ന് അതിൻ്റെ അകത്തൊരു തിയററ്റിക്കൽ സൈഡ് ഉണ്ട്, രണ്ട് അതിൻ്റെ അകത്തൊരു പ്രാക്ടിക്കൽ, അതായത് ഡെയിലി സംഭവിക്കുന്നത് എന്താണ് എന്നുള്ള രീതിയിലുള്ള ഒരു സൈഡ് ഉണ്ട്. തിയററ്റിക്കൽ സൈഡ് എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ FRBM ആക്ട്, അതിനെക്കുറിച്ചൊരു ചോദ്യം, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക, ഇൻഫ്ലേഷൻ എന്താണ്, ഡീഫ്ലേഷൻ എന്താണ്, അങ്ങനെയുള്ള ഇന്ത്യൻ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്താണ്, പ്രൈമറി ഡെഫിസിറ്റ് എന്താണ്, റവന്യൂ ഡെഫിസിറ്റ് എന്താണ്. ഓക്കെ, ഇതൊക്കെ ഈ പറയുന്ന ഒരു തിയററ്റിക്കൽ ചോദ്യങ്ങളാണ്. ഇനി പ്രാക്ടിക്കൽ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഡെയിലി സംഭവിക്കുന്ന സാധനങ്ങൾ, ഡേ ടു ഡേ ബേസിസിൽ സംഭവിക്കുന്ന സാധനങ്ങൾ, അതും ഈ പറയുന്ന ചോദിക്കാം. അപ്പൊ ഈ തിയററ്റിക്കൽ ബേസിസിലുള്ള സാധനങ്ങൾ നമുക്ക് പഠിക്കാം, പക്ഷെ പ്രാക്ടിക്കൽ ബേസിസിലുള്ള സാധനങ്ങൾക്കും ഞാൻ നോട്ട് തരാം. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളത് കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ ദിവസവും നമുക്ക് കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ പറഞ്ഞ ഇന്ത്യൻ എക്കോണമിയുടെ മാത്രമായിട്ട് ചെയ്യാം. ഈ ഇന്ത്യൻ എക്കോണമിയിലും നമ്മൾ ഇടുന്ന സമയത്തിനനുസരിച്ചുള്ള ഒരു റിട്ടേൺ നമുക്ക് കിട്ടുമോ എന്നുള്ളത് ചെറിയൊരു ഡൗട്ടുള്ള കേസാണ്. നമ്മൾ മറ്റു വിഷയത്തിൽ ഇടുന്ന ഒരു സമയം പോലെ അതിനൊരു റിട്ടേൺ ഇന്ത്യൻ എക്കോണമിയിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. സ്റ്റാറ്റിക് കഴിഞ്ഞ അവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമായിരുന്നു, ഇച്ചിരിയും കൂടി നമ്മൾ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ യൂഷ്വലി സ്റ്റാറ്റിയുടെ ക്വസ്റ്റ്യൻസ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവിടെയും ഈ പറയുന്ന സ്റ്റാറ്റിയുടെ പോർഷൻസും നമ്മൾ കവർ ചെയ്തായിരുന്നു. അതും ഈ പറയുന്ന നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാത്ത സാധനങ്ങളാണ്. നിങ്ങളുടെ മാർക്ക് കുറയ്ക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഏരിയ ആണ് സ്റ്റാറ്റി. പക്ഷെ അവിടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാറ്റി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടായിരിക്കും. ഇന്ത്യൻ എക്കോണമി ഇതുപോലെ തന്നെയാണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ യൂഷ്വലി മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാവാനാണ് സാധ്യത. ഓക്കെ, ഇനി റിസർച്ചും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഇതൊന്നും നമ്മൾ ഈ പറയുന്ന ഈ മൈക്രോ പഠിപ്പിക്കുന്ന പോലെ മാക്രോ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കില്ല. അതിനൊരു ഒരു ലിമിറ്റഡ് സമയമായിരിക്കും ഉണ്ടാവുക. അത് നിങ്ങളും കൂടെ അതിന്റെ ഒപ്പം തന്നെ ഈ ആദ്യത്തെ ദിവസം തൊട്ട് ഈ പറയുന്ന, ഇപ്പൊ നിങ്ങൾ 1 മണിക്കൂർ ഇതിൻ്റെ അകത്ത് ഇടുകയാണെങ്കിൽ 5 മിനിറ്റ് റിസർച്ചിനും 5 മിനിറ്റ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനും കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്.
ഓക്കെ, അതിന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 60 to 65 മാർക്കിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാത്തിലും എബവ് ആവറേജ് ആയിരിക്കും. ഒരു വിഷയവും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ജി കെ ഇമ്പോർട്ടന്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജി കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 20 മാർക്ക് എന്ന് പറയുന്നത് ജി കെയിലാണ്. ഞാനാണെങ്കിൽ ഈ പറയുന്ന ഒരു 15 മിനിറ്റ് ഈ പറയുന്ന 1 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ 15 മിനിറ്റ് ഈ പറയുന്ന വീണ്ടും ജി കെയിലേക്ക് മാറ്റിവെക്കും. 5 മിനിറ്റ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് കൊടുക്കും, 5 മിനിറ്റ് ഈ പറയുന്ന റിസർച്ചിന് കൊടുക്കും, അതുപോലെ തന്നെ ഈ പറയുന്ന ബാക്കിയുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ. ഓക്കെ, അപ്പോൾ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഇല്ല ഞാൻ എക്കണോമിക്സിന്റെ മാർക്ക് കൊണ്ട് മാത്രം ഞാൻ ഈ പറയുന്ന കയറി പൊക്കോളാം എന്ന് വിചാരിക്കും. പക്ഷേ എക്കണോമിക്സിന്റെ പേപ്പർ ആ സമയത്ത് ഡിഫിക്കൽട്ട് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എക്കണോമിക്സിന്റെ മാർക്ക് കുറയും. അതേപോലെ തന്നെ ജി കെ ഈ പറയുന്ന എളുപ്പമാണെങ്കിലോ ജി കെ ഈ പറയുന്ന ജനറൽ പി എസ് സിക്ക് പഠിക്കുന്ന ആൾക്കാർ മൊത്തം അവിടെ കയറുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നമ്മളുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക്സ് പേപ്പർ ഈ പറയുന്ന നിങ്ങൾക്ക് എളുപ്പമാവുകയും ജി കെ പേപ്പർ ഈ പറയുന്ന ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കത് ഇത്തിരിയുടെയും എക്കണോമിക്സ് കൂടുതൽ അറിയാവുന്നവർക്ക് ഒരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആയിരിക്കും. പക്ഷെ അതൊരു ചാൻസിന് വിട്ടുകൊടുക്കരുത്. 50 മാർക്കിന്റെ ഉള്ളിൽ, 50 റാങ്കിനുള്ളിൽ, ഞാൻ പറയുകയാണെങ്കിൽ 25 റാങ്ക് എന്നാണ് ഞാൻ പറയേണ്ടത്, പക്ഷെ 50 റാങ്കിനുള്ളിലാണ് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു സാധനം നിങ്ങൾക്ക് ഈ പറയുന്ന വിടാൻ പറ്റില്ല. ഒരു സാധനം നിങ്ങൾ പഠിക്കാണ്ടിരിക്കാൻ പറ്റില്ല. എല്ലാ സാധനങ്ങൾക്കും ഈ പറയുന്ന ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിന്റെ മാർക്കിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. നമ്മളിവിടെ ഒരു സാധനം എടുത്തില്ല എന്ന് വെച്ചുകൊണ്ട് അന്ന ഒരു കാര്യം ഈ പറഞ്ഞു ഞാൻ അതിന് കുറച്ച് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കരുത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഓക്കെ, ഇനി ക്ലാസ് ടൈമിങ്. ക്ലാസ് ടൈമിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ചാണെങ്കിൽ തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. തേഴ്സ്ഡേ ഫ്രൈഡേ 6:30 to 7:30 ഈവനിങ് ആയിരിക്കും ക്ലാസ്. ഈ സാറ്റർഡേ സൺഡേ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 to 6 hours കിട്ടുകയാണെങ്കിൽ ഇത് അങ്ങനെ ആയിരിക്കും നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി എന്തെങ്കിലും കാരണവശാൽ സാറ്റർഡേ വർക്കിംഗ് ആണെങ്കിൽ, വർക്കിംഗ് പ്രൊഫഷണൽസ് ഒരുപാട് പേരുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈവനിങ് നമ്മൾ ഈ പറയുന്ന ഒരു 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ എടുക്കാനായിട്ട് ശ്രമിക്കും. സൺഡേ നമ്മുടെ യൂഷ്വൽ ടൈമിങ് 5 to 6. ഇനി ഡിസംബറിലാണ് നോട്ടിഫിക്കേഷൻ വരും എന്ന് പറയുന്നത്, വരുമായിരിക്കാം. അതിൻ്റെ അകത്ത് ഒരുപാട് ഊഹാപോഹങ്ങൾ ഉണ്ടാവും. അപ്പോഴും നിങ്ങൾ വിചാരിക്കേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയബിൾ ഉണ്ട്, അൺകൺട്രോളബിൾ ആയിട്ടുള്ള വേരിയബിൾസും ഉണ്ടാവും. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. നോട്ടിഫിക്കേഷൻ എന്നാ വരുന്നതെന്ന് ആർക്കും അറിയില്ല. എല്ലാവരും പറയുന്നു ഡിസംബറിൽ വരുന്നു, നമുക്ക് ഡിസംബറിൽ പ്രതീക്ഷിക്കാം. ഇനി വന്നാലും ഇല്ലെങ്കിലും ഡിസംബറിൽ ക്രിസ്മസ് വെക്കേഷൻ ആണ്, നമുക്ക് മാക്സിമം പോർഷൻ തീർക്കാൻ പറ്റുന്ന സമയമാണ്. ആ സമയത്ത് ഒരു മിനിമം 4 to 5 hours ക്ലാസ് വെക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഇപ്പോഴത്തെ അജണ്ട എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോഴും അങ്ങനെയാണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വലിയ ടൂർ പ്രോഗ്രാം ഒന്നും ആ സമയത്ത് പ്ലാൻ ചെയ്യരുത്, നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നു, ഈ പറഞ്ഞ പരീക്ഷ വേഗത്തിലാക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ചിലപ്പോൾ വെനസ്ഡേ തൊട്ട് ഫ്രൈഡേ വരെ എന്നുള്ളതായിരിക്കും നമ്മുടെ ക്ലാസ് ടൈമിങ്, പ്ലസ് സാറ്റർഡേ ആൻഡ് സൺഡേ. ഇനി ഈ പറയുന്ന ഫെബ്രുവരിയിൽ പരീക്ഷ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ എല്ലാ ദിവസവും നമ്മൾ ഈ പറയുന്ന ക്ലാസ് എടുക്കേണ്ട അവസ്ഥയും വരും. അപ്പോൾ അത് ടെൻറ്റേറ്റീവായിട്ട് ഈ പറയുന്ന നമ്മൾ ആ ക്ലാസ് ടൈമിങ്ങിൽ മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും. ഓക്കെ, ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഫീസ്. ചുമ്മാ പറഞ്ഞാണ്, ഇമ്പോർട്ടൻ്റ് എല്ലാമല്ല. അപ്പോൾ ഫീസിന്റെ കേസ് എന്ന് പറയുന്നത് 18,000 ആണ്. അതിൻ്റെ അകത്ത് നിങ്ങൾ ആരും ഈ പറയുന്ന ഫീസ് ആദ്യമേ തരണ്ട. നിങ്ങൾ നോക്കുക, അതായത് 2 ആഴ്ച ക്ലാസ്സിലിരുന്ന് നോക്കുക. 2 ആഴ്ച ക്ലാസ്സിലിരുന്ന് നോക്കിയിട്ട് നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ഇപ്പം ഞാൻ എല്ലാവരും പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഒരു പടം ഇറങ്ങി, ആ പടം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാവുമായിരിക്കും, പക്ഷെ എനിക്ക് ഇഷ്ടമാണെന്നില്ല. എനിക്ക് ഇഷ്ടമാവുന്ന പടം നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് നിർബന്ധമില്ല. ഈ ഇടയ്ക്ക് കണ്ട ആവേശം എന്ന് പറയുന്ന പടം, അത് ഒരുപാട് ഇപ്പം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന പടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്തോ കാരണം കൊണ്ട്. ലോക എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ അത് ഈ പറയുന്ന ബോക്സ് ഓഫീസിൽ 200 കോടി കളക്ട് ചെയ്തതാണ്. എനിക്ക് ഇഷ്ടപ്പെടുന്ന സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനം എനിക്കും ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമോ നോക്കുക, 2 ആഴ്ച ഇരുന്ന് നോക്കുക, എന്നിട്ട് ഈ പറയുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് തീരുമാനിക്കുക. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ,
നമുക്ക് എപ്പോഴും ഒരു 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 ഡെമോക്രാറ്റിക് പ്രോസസ്സിലൂടെ നമുക്കൊരു തീരുമാനം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെല്ലാം ഈ പറയുന്ന വിളിച്ചു വരുത്തി അല്ലെങ്കിൽ ഒരു വോട്ട് ഇട്ടിട്ട് ആ ക്ലാസ് ഇന്ന് വേണോ ക്ലാസ് നാളെ വേണോ എന്ന് തീരുമാനിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ചെയ്യാൻ ശ്രമിക്കാം, ശ്രമിക്കില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സ് വഴി ഒരു സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണെന്നുള്ളത് ഒരു തിയറി തന്നെ ഉണ്ട്, ആരോസ് ഇമ്പോസിബിലിറ്റി തിയറി എന്നും പറഞ്ഞുകൊണ്ട്. അത് ഇവിടെ ആപ്ലിക്കബിൾ ആണ്. എല്ലാവരുടെ അടുത്തും എപ്പോഴും ഈ പറയുന്ന ഇന്ന് ഞാൻ ക്ലാസ് വെച്ചോട്ടെ നാളെ ക്ലാസ് വെച്ചോട്ടെ എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആം, അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ടൈമിംഗ് എന്ന് പറയുന്നത്. ആ ടൈമിങ്ങിൽ നിങ്ങൾക്ക് വരാനായിട്ട് ശ്രമിക്കുക. ഇനി ജെനുവിൻ ആയിട്ടുള്ള എന്തെങ്കിലും റീസൺസ് കൊണ്ടാണ് നിങ്ങൾ ക്ലാസ്സിൽ അബ്സെന്റ് ആവുന്നതെങ്കിൽ ഞാൻ ഓൺലൈൻ ആയിട്ടുള്ള റെക്കോർഡിങ്സ് തരാം. പക്ഷേ അതിന് നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് മാക്സിമം ചെയ്യേണ്ട ഒരു കാര്യം. എല്ലാ ദിവസവും ക്ലാസ്സിൽ വരാനായിട്ട് ശ്രമിക്കുക. ആ ക്ലാസ് എൻവിറോൺമെന്റിൽ നിൽക്കാൻ നേരത്താണ് നമ്മൾ ആ പിയർ പ്രഷർ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. എന്നാലാണ് നിങ്ങൾക്കത് എന്താ പറയുക, നിങ്ങൾ തന്നെ ബെറ്റർ ആകും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് കരുതി വെച്ചത്. ഒന്ന്, നിങ്ങൾ എന്താണ് ഈ പറയുന്ന ചെയ്യേണ്ടത്, നിങ്ങൾ എവിടെയാണ് മാർക്ക് ലിസ്റ്റിൽ വരേണ്ടത്, 55 ടു അല്ലെങ്കിൽ ഒരു 60 ടു 65 എങ്ങനെയാണ് അത് സ്കോർ ചെയ്യാൻ പറ്റുക. ഒന്നിലെ അഗ്രസീവ് ആയിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ വളരെ കൺസർവേറ്റീവ് ആയിട്ട് ചെയ്യുക. ഒരു ബിലീഫ് ഉണ്ടാക്കിയെടുക്കുക. ഒന്ന് നിങ്ങളെ തന്നെ ഈ പറയുന്ന വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, കുറച്ച് എന്നെയും വിശ്വസിക്കുക. ഒരു പ്ലാൻ ഉണ്ടാക്കുക, ആ പ്ലാനിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുക. അത് വർക്കൗട്ട് ആയില്ലെങ്കിൽ നിങ്ങൾ വ്യതിചലിക്കുക. ഓക്കെ, കുറച്ച് നാളത്തേക്ക് ആ പ്ലാൻ വെച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് പെട്ടെന്ന് ദിവസവും പ്ലാൻ മാറ്റുന്നവരാവരുത്. ഓക്കെ. ഇനി കഴിഞ്ഞ തവണ തോറ്റെങ്കിൽ എന്തുകൊണ്ട് തോറ്റു, എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു, ഓക്കെ, ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യേണ്ടത്, സിലബസ്, ഈ പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും സംശയങ്ങൾ? എന്തെങ്കിലും സംശയങ്ങൾ? പുതിയ ആൾക്കാര് ഒരു സംശയമില്ല ആർക്കും? സർ അനിത ടീച്ചർ മൈക്ക് ഓൺ ആക്കിയായിരുന്നോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ടീച്ചർ? യെസ് സർ യെസ് സർ ടൈമിങ് ഈവനിങ് ടൈമിങ് ഈവനിങ് ടൈമിംഗ് ഞാൻ പറഞ്ഞ 6:30 ടു 7:30 എന്നുള്ളത്. 6:30 to 7:30 ആണോ? ആ, 7 ടു ഇന്നത്തെ നമ്മുടെ ടൈമിംഗ് അല്ല, 6:30 ടു 7:30 ആണ്. അത് ചിലപ്പോൾ 7:30 എന്നുള്ളത് ഒരു 7:45 വരെ പോവായിരിക്കും കേട്ടോ. പക്ഷെ കഴിവതും 6:30 ടു 7:30 എന്നുള്ളതാണ് നമ്മുടെ ടൈമിംഗ്. ഞാൻ പറയുകയാണെങ്കിൽ ജെന്യുവൻ ആയിട്ടുള്ള എന്തെങ്കിലും റീസൺസ് കൊണ്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ ആബ്സെന്റ് ആവുന്നെങ്കിൽ നമുക്കത് നോക്കാം. പക്ഷെ കഴിവതും ഈ പറയുന്ന എത്തുമ്പോ ലേറ്റ് ആവും സർ. ആ, എത്തുമ്പോ ലേറ്റ് ആവും, അവിടെ ഏത് ടൈമിങ് സമയത്തായി ഡിഫറൻസ് ഉണ്ട്. പറയുന്ന വരുന്നത്? പിന്നെ എപ്പോഴാ ആ, ഇവിടെ ടൈമിങ് ഡിഫറൻസ് ഉണ്ടല്ലോ. ആ, ഓക്കെ, ദുബായ്. ആ, ഓക്കെ 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 ഓക്കെ, അത് നമുക്ക് നോക്കാം. അപ്പോ ആ ഓക്കെ. വേറെ വേറെ എന്തെങ്കിലും സംശയം?